സോ ഇത് നമ്മുടെ യൂഷ്വൽ എനർജിയിലൊന്നും ഞാൻ എന്താണെങ്കിലും വീഡിയോ ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പനി, ജലദോഷം, ചുമ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളോട് എൻ്റെ അഭിപ്രായം പങ്കുവെക്കണമെന്ന് തോന്നി. ആ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ. സോ ഇത് വേറൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ യൂഷ്വൽ റിവ്യൂ പോലും റിവ്യൂ ആയിട്ട് നിങ്ങൾ ആക്ച്വലി ഈ ഒരു വീഡിയോയെ നിങ്ങൾ കണക്കാക്കണ്ട. കാരണം ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോണേ എന്തുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഗോഡ്സില്ല -1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ കാണണം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോണേ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ലാഗ് അടിപ്പിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഏറ്റവും ആദ്യത്തെ റീസൺ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടുത്തിടയിൽ നമ്മുടെ അമേരിക്കൻ മെയ്ഡ് ഗോഡ്സില്ലയുടെ സിനിമകൾ നമ്മൾ ഒത്തിരിയധികം കണ്ടിട്ടുണ്ട്. ഗോഡ്സില്ല എക്സ് കോങ്, ദ ന്യൂ എംപയർ, റീസെന്റ് ഇറങ്ങിയ സിനിമ ഗോഡ്സില്ല VS കോങ്, അതുകൂടാതെ കോങ് സ്കൾ ഐലൻഡ്, പിന്നെ ഗോഡ്സില്ലയുടെ ഇൻഡിവിജ്വൽ സിനിമ, ഇതെല്ലാം നമ്മൾ ലെജൻഡറി പിക്ചേഴ്സിന്റെ ഭാഗത്തും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. ആൻഡ് ആ പല സിനിമയ്ക്കകത്ത് നമ്മൾ പല രീതിയിൽ നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ ഗോഡ്സിലെ ഒരു ഹീറോ ആയിട്ടും ചിലപ്പോൾ ഗോഡ്സിലെ ആന്റി ഹീറോ ആയിട്ടും ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പടങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പുതിയ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ന്യൂ എംപയർ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ സിനിമകൾ, അതായത് ലെജൻഡറി പിക്ചേഴ്സിന്റെ ഗോഡ്സിലയിൽ നിന്ന് എന്താണ് ഈ ഒരു -1 എന്ന് പറഞ്ഞ സിനിമയെ പ്രത്യേകതയാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ സിനിമയുടെ സ്റ്റോറി ടെല്ലിങ്ങും സ്റ്റോറിയും തന്നെയാണ്. കാരണം നമ്മൾ ആ ഒരു സിനിമകളെല്ലാം റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഗോഡ്സില്ലയുടെ സിനിമ കാണാൻ പോകുന്നത് അതിനകത്തുള്ള ഹ്യൂമൻസിന് വേണ്ടിയിട്ടല്ല. കാരണം ഹ്യൂമൻസിന് പ്രത്യേകിച്ച് ഒരു പണിയില്ല ഈ പറഞ്ഞ സിനിമകളിലെല്ലാം തന്നെ. ജസ്റ്റ് അവിടെ നിൽക്കുന്നു, ഗോഡ്സില്ല അല്ലെങ്കിൽ കോങ് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നു, അതിനെ പ്രശംസിക്കാൻ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ആ ഒരു എക്സ്പ്ലോറേഷൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം മാത്രമേ സത്യമായ ഹ്യൂമൻസിനെ കൊണ്ട് നമുക്ക് അതിൽ കൂടി കാണാൻ സാധിക്കുന്നുള്ളൂ. പക്ഷെ അവിടെയാണ് -1 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗോഡ്സില്ല സിനിമയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ സിനിമ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളൊരു ഗോഡ്സില്ലയുടെ സിനിമ പോലെയല്ല. ഇത് തികച്ചും നമ്മൾ ഏത് രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ സിനിമയ്ക്കകത്ത് അവർ ഗോഡ്സിലെ പൊസിഷൻ ചെയ്തേക്കുന്നത് വില്ലനായിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സിന് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം, അതായത് ഒരു മോൺസ്റ്റർ ഫിലിമിനകത്ത് അതായത് ഹ്യൂമൻ ക്യാരക്ടേഴ്സ് എത്ര രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കാറില്ല. കാരണം നമ്മൾ ലെജൻഡറി പിക്ചേഴ്സിൻ്റെ സിനിമകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് നമ്മൾ ഓരോ ഈച്ച് ആൻഡ് എവരി ക്യാരക്ടേഴ്സിനെ നമ്മൾ കെയർ ചെയ്യും. അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെ. ആൻഡ് സിനിമയുടെ പ്രമിസസ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു വേൾഡ് വാർ 2 ശേഷമുള്ള ജപ്പാനാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ക്രൈസിസിൽ നിന്ന് പെട്ടെന്ന് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ മറ്റൊരു ക്രൈസിസ് ആയിട്ടാണ് ഗൊജിറ വരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. പിന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ഗോഡ്സില്ല ഫിലിം ഫ്രാഞ്ചൈസിലേക്ക് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ ആദ്യമായി ഓസ്കാർ കിട്ടിയ ഒരു സിനിമയും കൂടിയാണ് ഗോഡ്സില്ല -1. അത് മറ്റൊന്നിനുമല്ല, ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ വിഷ്വൽ എഫക്ട്സും CGIയും ഇത്രയും പൊളിയായിട്ട് ചെയ്ത കാര്യത്തിൽ തന്നെയാണ്. എല്ലാം അതായത് 90% നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും CGIയും VFX അവർക്ക് കൊടുത്തിട്ടുള്ള ബഡ്ജറ്റിനകത്ത് അവർ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ഹൈ ബഡ്ജറ്റ് സിനിമകൾ നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിനേക്കാളും പൊളിയായിട്ട് അവർക്ക് ഇതിനകത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലറ ചില്ലറ സീൻസ് മാത്രമാണ് എനിക്ക് ആക്ച്വലി അത്രയും വർക്കൗട്ട് ആകാതെ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിലും ഗോഡ്സില്ലയുടെ അതായത് ഒരു ജാപ്പനീസ് വേർഷൻ, അതായത് ടോഹോ മോൺസ്റ്റർ യൂണിവേഴ്സിലുള്ള ആക്ച്വൽ ഗൊജീറയുടെ ഒരു സിനിമ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോഡ്സില്ല -1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെയാണ്. ആൻഡ് അതുകൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രത്തോളം എപ്പിക് ആയിട്ടുള്ളൊരു സിനിമ നമുക്ക് അടുത്തൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. അത് ഏതൊരു മോൺസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള മൂവിയിലേക്ക് നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ന്യൂ എംപയർ എന്ന് പറഞ്ഞ സിനിമയൊക്കെ സത്യം പറഞ്ഞാൽ അതൊരു പോപ്കോൺ ഫ്ലിക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. തെക്ക് വടക്ക് കുറേ CGI മോൺസ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിവെക്കുന്ന ഒരു കാര്യം തന്നെ. പക്ഷേ അതിലൊന്നും ഇല്ലാത്തൊരു കാര്യം തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കകത്തുള്ളത്. അത് മറ്റൊന്നുമല്ല, ഇതിനകത്തുള്ള സ്റ്റോറി സ്ക്രിപ്റ്റ് അത് പൊളിയായിട്ട് തന്നെ അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ ഗോഡ്സിലെ നമ്മൾ ആക്ച്വലി ഓൺ സ്ക്രീനിൽ കാണുന്നു ആ സമയത്ത് നമുക്കറിയാം ഇത് വലിയൊരു ത്രെട്ടാണ്, നമുക്ക് ഗോഡ്സിലയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ആൻഡ് ഗോഡ്സില്ലയുടെ ഇതിനകത്തുള്ള വോയിസ് വരെ നിങ്ങൾ അവർ കൊടുത്തിട്ടുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഭയങ്കര പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സൗണ്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈ സിനിമ മറ്റൊരു രീതി ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യം ഗോഡ്സില്ലയുടെ ഈ ഒരു സിറ്റി വന്നിട്ടുള്ള ഡിസ്ട്രക്ഷനെ കുറിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് കണ്ടിന്യൂസ് ആയിട്ട്
നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓവറോൾ ഞാൻ ഇത്രയാണ് നിങ്ങളോട് ഓരോരുത്തരോടും പറയുള്ളൂ. നിങ്ങൾക്ക് നല്ലൊരു കിഡിലൻ മോൺസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും ഗോഡ്സില്ല -1 നിങ്ങൾക്ക് കാണാവുന്ന തന്നെയാണ്. ഈ സിനിമ കാണാൻ വേണ്ടി നിങ്ങൾ ഇതിനു മുമ്പുള്ള ഒരു പാർട്ടും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഒരു രീതിയിൽ നമ്മൾ നോക്കിയിട്ട് ഗോഡ്സില്ലയുടെ ചെറിയ രീതിയിലുള്ളൊരു ഒറിജിൻ സ്റ്റോറി അവർ നമ്മൾ ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഞാൻ നിങ്ങളെ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു സിനിമ തന്നെയാണ് ഗോഡ്സില്ല -1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ തന്നെ. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഈ ഒരു സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. ഞാൻ വീഡിയോ അധികം കൂടുതൽ കൊണ്ടുപോകുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പനിയുണ്ട്, പിന്നെ ജലദോഷം. അതുകൊണ്ടാണ് എൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. സോ അപ്പോൾ ഞാൻ കൂടുതൽ ലാഗ് അടിപ്പിച്ച് നിങ്ങളാരും ബോർ അടിപ്പിക്കുന്നില്ല. സോ നമ്മുടെ ഈ ഒരു സിനിമയുടെ ഫൈനൽ റേറ്റിംഗ് എത്രയെന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 9 ഔട്ട് ഓഫ് 10 എന്ന് ഞാൻ പറയും. കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. കാരണം അത് തന്നെയാണ് ഏറ്റവും വലിയൊരു റീസൺ ഈ ഒരു സിനിമ നിങ്ങൾ എന്തുകൊണ്ട് കാണണം എന്നുള്ളൊരു കാര്യം. കാരണം നമുക്ക് ഇപ്പോൾ അടുത്തൊന്നും ഈ ഒരു 2024 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നല്ലൊരു സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ളൊരു മോൺസ്റ്റർ ഫീച്ചർ സിനിമ നമുക്ക് ലഭിച്ചിട്ടില്ല. അതാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ കൂടി നമുക്ക് എന്താണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ ഞാൻ നല്ല രീതിയിൽ തന്നെ ഹാപ്പി ആയിരുന്നു ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാതെ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്യാതെ തന്നെയാണ്. ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാതെ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. Punch.